ഇന്നലെ ഇതുപോലെയാണ് ഞങ്ങളുടെ കട കുളിച്ചത്. ഇന്നലെ ഇതുപോലെയാണ് ഞങ്ങളുടെ കട കുളിച്ചത്. എല്ലാവരും 10 ലക്ഷം വാങ്ങിക്കാൻ നിൽക്കുന്നവരാ. പലർക്കും കിട്ടി. ഇനി ഞങ്ങൾക്ക് എല്ലാം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഉളനാട്. ഗൂഗിൾ പേ ഇല്ല, ചില്ലറ തരിക. എല്ലാവർക്കും തരാം. എല്ലാവർക്കും പത്തനംതിട്ട 9:30. എത്ര മണിക്കൂർ എവിടെ വന്നിട്ട്? 2 മണിക്കൂറായി. തലശ്ശേരി രണ്ടുപേരും ഇവിടെ വന്നിപ്പോൾ ഉണ്ടായിരുന്നു. കോട്ടയത്തുകാർ ഇവർക്കൊന്നും ലേറ്റായും കൊണ്ട് താമസിച്ചവരത് വാങ്ങിച്ചോണ്ടാവും. രാവിലെ എത്ര മണിക്ക് വന്നു? അവർ 8 മണിയായപ്പോൾ വന്നു. 8:30 ആയപ്പോൾ വൈകുന്നേരം 7 മണിയായപ്പോൾ പോയി. ആ ലേഡീസിനും ഗേൾസിനും ഒരുപോലെ കൊടുക്കുന്നത്. ചേട്ടന്മാരോട് നിന്ന് നിക്ക് ഓരോരുത്തർ കൊടുത്തോട്ട് ഞങ്ങൾക്ക് ഇത് തെറ്റിപ്പോവും. നിക്ക് ആദ്യമായിട്ട് ഞങ്ങൾ വരുവാ. ഇതിങ്ങനെയൊക്കെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ. ഈ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കും ഒരു സഹായം, അവർക്കും ഒരു സഹായം. വീട്ടിലെ കടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ വന്നു. ഒരു അവിടുന്ന് 5 മണിയായപ്പോൾ ഇറങ്ങി. ഇവിടെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നു. മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. എത്ര സമയമായാലും മേടിച്ചോണ്ടേ. എന്ത് ചെയ്യുക? ഞാൻ മീൻ കച്ചവടം. ഇന്ന് പോയില്ല. ഇതിനു വേണ്ടി ഇങ്ങനെ മെനക്കെട്ട് വന്നു. കുളിച്ചല്ലോ. എത്ര നേരമായി? 1 മണിക്കൂർ കഴിഞ്ഞു. എന്തായാലും വാങ്ങിച്ചോണ്ടേ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാനാ. കോഴിക്കോട്. പിന്നെ എന്തുവാ ചേട്ടൻ്റെ സ്ഥലം വരുന്ന ഇവിടെ വന്നപ്പോൾ പറഞ്ഞു രാവിലെ വന്നതാണ്. തൊടുപുഴ. ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ട്. ഇന്നലെ ഒരു 4:30 വരെ നിന്നു, കിട്ടിയില്ല. വന്നത് 5:45 വന്നെന്ന് പറയുന്നു. അവർക്ക് വഴി തെറ്റിപ്പോയി. അതുകൊണ്ട് 10 കൊണ്ടുവന്ന് അത് ഇറക്കി ലോഡ് ഇറക്കി. പിന്നെ ഇവിടുന്ന് അറിയിച്ച് അവർക്ക് വഴി അറിയാത്തതുകൊണ്ട് ഇവർ പിന്നെ ഇവിടുന്ന് കാർ കൊണ്ടുപോയി എടുത്തുകൊണ്ട് വന്നതാണ്. നല്ല ചായ എന്നാ പറയുന്നത്. എന്നിട്ട് ഇവിടുത്തെ ചായക്കടയുണ്ട്, അവർ സ്ഥിരം മേടിക്കുന്നവരാ. നല്ല ടീ ആണെന്നാ പറയുന്നത്. എല്ലാവരും 10 ലക്ഷം വാങ്ങിക്കാൻ നിൽക്കുന്നവരാ. പലർക്കും കിട്ടി. ഇനി ഞങ്ങൾക്ക് എല്ലാം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഉളനാട്. 2 മണിക്കൂർ കൊണ്ട് നിൽക്കുക ഈ വേർത്ത്. എന്തായാലും പൈസ കിട്ടുമോ നോക്കട്ടെ. കിട്ടിയ 10 ലക്ഷം പോയാൽ പോട്ട്. ലാസ്റ്റ് ബമ്പർ 25 കോടി. പിന്നെ അല്ലാത്ത സമ്മാനങ്ങൾ. ബോച്ചാന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ഫേമസ് ആയി. ബോച്ച കാണാൻ വന്നവരായിരുന്നല്ലോ. അവർക്ക് വലിയൊരു നേട്ടം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കടക്കാർക്കും നല്ല അവർക്ക് തീർച്ചയായിട്ടും പോയതല്ലേ. മൊത്തം മോഷണം പോയി. പാവം പുള്ളിക്കാരന് വലിയൊരു കാര്യമില്ല ചെയ്തത്. ഒന്നുമില്ല. എല്ലാം എടുത്തോണ്ട് പോയി. പൈസയും 10,000 രൂപയും അവരുടെ മുട്ടായി വരെ എടുത്തോണ്ട് പോയി. അപ്പം പുള്ളിക്കാരി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഈ വരുന്ന ആളുകൾക്ക് ആ ഒരു സെന്റിമെന്റ്സ് കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. വരുന്നവർക്കെല്ലാം ഇത് അവരെ കൂടെ സഹായിക്കാൻ വേണ്ടിയില്ലേ. ജയിലെടുത്ത് എല്ലാവരും സഹായിക്കട്ടെ. നന്നായിട്ട് വരട്ടെ. ഒരുപാട് ദൂരെ പിന്നെ ദൂരെ എവിടെ നിന്നൊക്കെ ഇടാം. തലശ്ശേരി തൊട്ടുണ്ടെന്ന്. ഹരിപ്പാടുണ്ട്, കായംകുളം ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. പല ജില്ലയിൽ നിന്നും വരുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഇച്ചിരി കുറവാണ്. ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. ദൂരെ നിന്നുള്ളവരാണ് കൂടുതൽ. ട്രാഫിക് ബ്ലോക്ക് ഒരു വിഷയമാണ്. ട്രാഫിക് ബ്ലോക്ക് ഒരു വിഷയമാണ്. അത് വരുമ്പോൾ ആൾക്കാർ വാങ്ങിച്ച് അങ്ങ് മാറിക്കോളൂ. പിന്നെ കുഴപ്പമില്ല. കാരണം വരുന്നവരുടെ പേരെഴുതി നമുക്ക് വെച്ചിട്ട് വിളിക്കാനുള്ള സമയമില്ല. നമ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കാൻ വേണ്ടി രാവിലെ വരുന്നവർക്ക്. ഇല്ല, ഞങ്ങൾ ഇതിന് പേരൊക്കെ ഇടണം. ഞങ്ങളിവിടെ ഇനിയും പെതുക്കെ ദൈവം സഹായിച്ചാൽ ഞങ്ങൾക്കൊരു ടീ ഷോപ്പ് കൂടെ തുടങ്ങാനും കൊണ്ടാണ്. അപ്പം അത് ബോച്ചാറ്റി എന്നും പറഞ്ഞുകൊണ്ട് അതും ഇതിന് ഞങ്ങളൊരു പേര് കണ്ടുപിടിക്കുന്നുണ്ട്. അതും അതുപോലെ വെറൈറ്റി ആയിരിക്കും. ഇത് തന്നെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഉപജീവന മാർഗം. ഇതിൽ നിന്നാണ് ഈ കുലുക്കിയുടെ ഐറ്റംസ് എല്ലാം അവർ നശിപ്പിച്ചു. മുട്ടായി എല്ലാം എടുത്ത് കളഞ്ഞു. കുലുക്കിയൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് ചവിട്ടി പൊട്ടിച്ചൊക്കെ വിട്ടേക്കുമായിരുന്നു. മുട്ടായി കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയി. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഉപജീവനം. ഇതൊക്കെയായിരുന്നു അവർ നശിപ്പിച്ചതും. ഇപ്പം ഭോജസ്ഥാന സഹായത്തിൽ അതും തുടങ്ങി, ഇതും തുടങ്ങി. ഇവിടെ ഇഞ്ചി, പിന്നെ എന്തുവാ ഇത് ജാതിക്ക, നെല്ലിക്ക ഇതെല്ലാം സമൂലം അരച്ച്. പിന്നെ അതിൽ സ്പെഷ്യൽ ഉണ്ട്. അത് ഞാൻ പറയത്തില്ല. തീർച്ചയായിട്ടും നെല്ലിക്കയും ജാതിക്കയും കൂടെ സമൂലം അരച്ച്. അതാകുമ്പം നമുക്കൊരു ദാഹം ശമിക്കും. പിന്നെ അതിനകത്ത് വേറൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ഷീണം മാറും. ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ അത് സ്പെഷ്യലായിട്ട് കൊടുക്കും. കാരണം ഒരു രാവിലെ മുതൽ വരുന്നില്ലയോ,
അപ്പോൾ ഈ കുടിച്ചവരാരെങ്കിലും പിന്നീട് എനിക്ക് ക്ഷീണമായെന്ന് പറയത്തില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അതുപോലെ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് വിശപ്പ് പോലും തോന്നത്തില്ല. ഇല്ല, ആ കൂട്ട് വെളിയിടത്തില്ല. ക്ഷീണം ഉണ്ടാകാതിരിക്കാനും കൊണ്ടാ. കാരണം നിൽക്കുകയല്ലേ, ഇവിടെ ഇരിക്കാനുണ്ട് അവർക്കൊരു സജ്ജീകരണമില്ല. അപ്പം നിൽക്കുകയല്ലേ, അപ്പം അവർ തളരരുത്. കാരണം വാടി നിൽക്കുന്നവരെയൊക്കെ ഞങ്ങളങ്ങ് പൂത്തുലച്ച് നിർത്തിയേക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ബസ് സാറിനോട് നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. കാരണം അതും ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഉപജീവന മാർഗത്തിലേക്കുള്ള വഴിയാണ്. ഇതിലും കൂടെ പിടിച്ച് അതിലും കൂടെ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്താറുണ്ട്. ഇവിടുന്ന് രാമഞ്ചിറ അവിടെ നിന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ നാരങ്ങ വെള്ളം കുടിക്കാൻ അന്ന് കുത്തുസോടയായിരുന്നു. അത് കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. കരപിടിപ്പിക്കാനുണ്ടാണ്. ഇതിനകത്താണ് ആരോഗ്യത്തിന്റെ രഹസ്യം കിടക്കുന്നത്. ഇല്ല, ഞങ്ങൾ ഇതുവരെ പണയത്തിന്റെ ഒന്നും ഇതിനെ തൊട്ടടുത്ത് തുടങ്ങിയില്ല. അത് ഇതുവരെ എടുക്കാനും കൊണ്ടുള്ളതായിട്ടില്ല, അത് അനങ്ങിയിട്ടില്ല. പ്രതീക്ഷിക്കാം. ഇപ്പൊ മുമ്പോട്ട് ഓരോ ചൂട് വെക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയായി. ഇത് നാളെ മുതൽ ഞങ്ങൾ ടോക്കൺ സിസ്റ്റമാണ്. കാരണം നാളെ മുതൽ ബൾക്കായിട്ട് ഞങ്ങൾ സാധനം ഇറക്കും. അതുകൊണ്ട് നാളെ മുതൽ ടോക്കൺ ആണ്. ഇന്ന് ക്യൂ നിൽക്കാൻ പറഞ്ഞിട്ട് പോലും ഇവരാരും കേട്ടില്ല. അപ്പം നാളെ ടോക്കൺ ആകുമ്പോൾ അത് അങ്ങനെ